ഹലോ നമസ്കാരം എല്ലാവർക്കും സഹകാരി റേസ് പ്ലസിലേക്ക് സ്വാഗതം. ഇനി നമുക്ക് എക്സാമിന് വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ അല്ലേ. അപ്പം നമ്മൾ ഒട്ടും സമയം കളയാതെ വേഗം പഠിച്ച് സഹകാരി റേസ് പ്ലസിൻ്റെ ഒപ്പം തന്നെ എത്തുക. ഫസ്റ്റ് ബാച്ചുകാർക്ക് റിവിഷൻ ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. അവർ റിവിഷൻ കൂടെ തന്നെ ചെയ്തു പോവുക. സാറ് വേറെ ടൈം ടേബിൾ റിവിഷൻ തരും. അപ്പം നിങ്ങൾക്ക് ഒന്നുകൂടെ റിവിഷൻ ചെയ്യാം. അപ്പോൾ എന്താണ് റിവിഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കുക. റിവിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ക്രാഷ് കോഴ്സുകാർ കൂടെ ഇപ്പം തന്നെ ഇനി നിങ്ങൾക്ക് റിവിഷനായിട്ടൊരു സമയം കിട്ടണമെന്നില്ല. നിങ്ങൾ ഇപ്പം തന്നെ പക്കയായിട്ട് പഠിച്ചു പോവുക. ഓക്കെ അല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആപ്പിനകത്തോട്ട് കയറുമ്പോഴത്തേക്ക് ഓൾ സ്റ്റോറീസ് എന്ന് പറഞ്ഞൊരു സംഭവം കിടപ്പുണ്ട് നമ്മുടെ ആപ്പിൻ്റെ താഴെ തന്നെ അല്ലേ. അപ്പോൾ നിങ്ങളുടെ മോട്ടിവേഷൻ എപ്പോഴെങ്കിലും കുറയുന്നുണ്ട് എന്ന് തോന്നുവാണെങ്കിൽ അതിൽ കയറുക. ആ ഫസ്റ്റ് റാങ്ക് സെക്കൻഡ് റാങ്ക് ഒക്കെ കിട്ടിയ ആൾക്കാരെ അങ്ങോട്ട് കാണുക. അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു കറക്റ്റ് സ്ഥലമാണെന്നല്ലേ. അപ്പം നിങ്ങൾ ഈ ക്ലാസ്സിനകത്ത് പൂർണ്ണമായിട്ട് വിശ്വസിച്ചുകൊണ്ട് നല്ല വൃത്തിയായിട്ട് പഠിക്കുക. പിന്നെ ഒരു കാര്യം, ഒരാപ്പും പൂർണ്ണമല്ലെന്ന് നിങ്ങൾ വിചാരിക്കുക. എന്നിട്ട് എന്താണ് നിങ്ങൾ നിങ്ങളേതായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും കോൺട്രിബ്യൂഷൻസ് അതിനകത്ത് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ പഠനത്തിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? ഞാനിപ്പോൾ ഡയമെൻഷൻസാണ് പഠിപ്പിക്കുന്നത്. അപ്പം ഞാൻ ഡയമെൻഷൻ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും തരുന്നത്. അതിൻ്റെ കൂടെ നിങ്ങൾ മാക്സിമം അതിനകത്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി പഠിക്കണം. ഇനി വേറെ ഏത് സാറിൻ്റെ ടോപ്പിക്കാണെങ്കിലും ഒരു ടോപ്പിക്ക് കിട്ടിയാൽ മാക്സിമം അതിനകത്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി നിങ്ങൾ തന്നെ വർക്കൗട്ട് ചെയ്ത് പഠിക്കുക. നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. പിന്നെ എന്താണ്? റിവിഷൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. റിവിഷൻ ഇപ്പം നിങ്ങൾ ഇന്നത്തെ ദിവസം ഡയമെൻഷൻസ് പഠിക്കുകയാണെങ്കിൽ നിങ്ങളൊരു വലിയൊരു നോട്ട്ബുക്ക് എടുക്കുക. അതിനകത്ത് എന്ത് എഴുതുക? ഡയമെൻഷൻസ് എഴുതുക. അതെങ്ങനെയാണെന്ന് മനസ്സിലാക്കി പഠിക്കുക. പിന്നെ നിങ്ങൾ ഇന്നത്തെ എക്സാം അറ്റൻഡ് ചെയ്യുക. പഠിച്ചു കഴിഞ്ഞിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക. എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ തെറ്റുന്നത് നിങ്ങൾ വേറൊരു ബുക്കിനകത്തോട്ട് എഴുതുക. അതൊരു ചെറിയ ബുക്ക് എഴുതിയാൽ മതി. ചെറിയ പറ്റ് ബുക്ക് കിട്ടുമല്ലോ, 10-15 രൂപയുടെ ചെറിയ ബുക്ക്. അതിനകത്തോട്ട് തെറ്റിയ ആ ക്വസ്റ്റ്യൻസ് എഴുതി വെക്കുക. പിന്നെ നിങ്ങൾ ഈ ടോപ്പിക്ക് ഒന്നുകൂടെ എടുത്ത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മറന്നുപോകും എന്ന് തോന്നുന്ന കാര്യങ്ങളില്ലേ, അതും കൂടെ ആ ഒരു ബുക്കിനകത്തോട്ട് എഴുതുക. എന്നിട്ട് എന്താ, ഒരാഴ്ച കഴിയുമ്പം സഹകാരി റേസ് പ്ലസ് എന്ത് ചെയ്യും? എക്സാം നടത്തും. ഞായറാഴ്ച വീക്ക്ലി എക്സാം നടത്തും. അപ്പോൾ ഈ എഴുതി വെച്ച മറന്നു പോകുമെന്ന് തോന്നിയതും തെറ്റിയതുമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ റിവിഷൻ ചെയ്യുക. മറ്റേത് വേണമെങ്കിൽ ചാർട്ട് കണക്കോ കീനോട്ട് കണക്കൊക്കെ എഴുതാവൂ. വലിച്ചു വാരി ഇങ്ങനെ ലൈൻ ബൈ ലൈനായിട്ട് എഴുതരുത്. ഓക്കെ, എന്താണ് ചെറിയ കീനോട്ട് കണക്ക് എഴുതുക. അതും ഒന്ന് റിവിഷൻ ചെയ്യുക. എക്സാം അറ്റൻഡ് ചെയ്യുക. അപ്പോഴും നിങ്ങൾക്ക് മറന്നു പോയിട്ടുണ്ടെങ്കിൽ അതും എന്ത് ചെയ്യണം? ആ കുഞ്ഞു ബുക്കിനകത്തോട്ട് എഴുതി വയ്ക്കുക. ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റ് വരും, ഒരു പ്രശ്നവുമില്ല. നിങ്ങളിപ്പം ആദ്യത്തെ ദിവസം എക്സാം എഴുതിയപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തെറ്റി. ആ ക്വസ്റ്റ്യൻ സെയിം റിപ്പീറ്റ് ഒരാഴ്ച കഴിഞ്ഞ് 7ാമത്തെ ദിവസവും വന്നു, തെറ്റി. ഒരു കുഴപ്പമില്ല. അത് ഒന്നുകൂടെ എഴുതി വയ്ക്കുക, ഒന്നുകൂടെ പഠിക്കുക. നിങ്ങൾ എത്ര പ്രാവശ്യം റിവിഷൻ ചെയ്യുന്നോ അത്രയും നിങ്ങൾക്ക് സെറ്റാവും. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. നമ്മുടെ ടോപ്പിക്ക് എന്താ മക്കളെ? നമ്മുടെ ടോപ്പിക്ക് ഡയമെൻഷൻസ് ആണല്ലേ. ഡയമെൻഷൻസ് എന്താ? ഡയമെൻഷൻസ് എന്ന് പറയുന്നതെന്നറിയോ? ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം ഒരു സാധനം പറയുന്നു, ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഫോഴ്സിൻ്റെ ഡയമെൻഷൻ കണ്ടുപിടിച്ചാൽ നമുക്കതിൻ്റെ യൂണിറ്റ് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ യൂണിറ്റ് കണ്ടുപിടിക്കാനായിട്ട് വളരെയധികം യൂസ്ഫുള്ളാണ് ഈ ഡയമെൻഷൻസ് എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ഡയമെൻഷൻസ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പഠിക്കണം. അതിനു മുന്നേ ഞാനൊരു കാര്യം പറയാം. ഡയമെൻഷനെ നമുക്ക് 2 രീതിയിൽ യൂസ് ചെയ്യാം. 2 രീതിയിൽ നമുക്ക് ഡയമെൻഷൻസിനെ യൂസ് ചെയ്യാം. എന്തൊക്കെയായിട്ട് യൂസ് ചെയ്യാം? ചെക്കിങ് ദ കറക്റ്റ്നെസ് ഓഫ് ദ ഇക്വേഷൻ. കറക്റ്റ്നെസ്, നമുക്കൊരു ഇക്വേഷൻ കിട്ടിയാൽ അത് കറക്റ്റ് ആണോ എന്നറിയണ്ടേ? കറക്റ്റ്നെസ് ഓഫ് ദ ഇക്വേഷൻ്റെ കറക്റ്റ് ആണോ, ആ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടിയ ഇക്വേഷൻ കറക്റ്റ് ആണോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് നമ്മളെ ഈ ഡയമെൻഷൻ സഹായിക്കും. ഇങ്ങനെ നമ്മൾ ഈ കറക്റ്റ്നെസ് കണ്ടുപിടിക്കുന്ന ഈ ഒരു പ്രിൻസിപ്പിളിനെ പറയുന്ന പേരാണ് ഹോമോജീനിയസിറ്റി. എന്താണ്? ഹോമോജിനിറ്റി എന്ന് പറയുന്നത്. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി എന്ന് പറയുന്നത് എന്താണ്? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി എന്ന് പറയുന്നത് ഡയമെൻഷൻ്റെ നമ്മളൊരു ഇക്വേഷൻ കിട്ടിയാൽ F = ma എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ, അത് കറക്റ്റ് ആണോ, ഇക്വേഷൻ പരമായിട്ട് അത് കറക്റ്റ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ എന്തുപയോഗിക്കാം? ഈ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഉപയോഗിക്കാം. ഓക്കെ, പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഉപയോഗിക്കാം. അപ്പോൾ എന്താണ് ആ ഒരു ഡയമെൻഷൻ പറയുന്നത്? ഡയമെൻഷൻ കറക്റ്റ് ആണെങ്കിൽ ഈ ഇക്വേഷൻ കറക്റ്റ് ആയിരിക്കും. എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. മേ ബി അത് തെറ്റുമാവാം. എന്നാലും ഡയമെൻഷനിൽ തെറ്റായിട്ടുള്ളൊരു ഇക്വേഷൻ കിട്ടുകയാണ്, ഡയമെൻഷൻ അത് കറക്റ്റ് അല്ല,
അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ആ ഇക്വേഷൻ കറക്റ്റ് ആയിരിക്കത്തില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ തെറ്റാണെങ്കിൽ ഉറപ്പായിട്ട് കറക്റ്റ് അല്ല. പക്ഷേ ശരിയാണെങ്കിൽ ചിലപ്പോൾ അതിനകത്ത് എന്ത് വരാം, ചെറിയ വ്യത്യാസമൊക്കെ വരാം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന് നമ്മൾ എടുക്കുമ്പോൾ ഈ ഹാഫിൻ്റെ സ്ഥാനത്ത് വേറെ എന്ത് വാല്യൂ ഇട്ട് കൊടുത്താലും ഈ ഡയമെൻഷൻ കറക്റ്റ് തന്നെ കാണിക്കും. പക്ഷെ എന്താണ്, അത് തെറ്റല്ലേ? അപ്പം എന്താണ്, അങ്ങനെ വരാം. അതുകൊണ്ട് നമ്മൾ ഇത്രയും മാത്രം മനസ്സിലാക്കി വെക്കുക. ഡയമെൻഷൻ്റെ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഡയമെൻഷനലി കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണെങ്കിൽ അത് ചിലപ്പോൾ ശരിയാവാം, തെറ്റാവാം. പക്ഷെ ഡയമെൻഷനലി റോങ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ഒരിക്കലും ശരിയാവില്ല. ഓക്കെ അല്ലേ? ഇനി നമുക്ക് രണ്ടാമതായിട്ടുള്ളൊരു കാര്യമുണ്ട്, deducing the relation among physical quantities. deducing the relations among physical quantities. physical quantities in the relations. physical quantities in the relation എന്താണ് എന്ന് പഠിക്കാനും നമുക്ക് എന്ത് സഹായിക്കും, ഈ ഡയമെൻഷൻസ് സഹായിക്കും. അതായത് നമുക്കിപ്പം P = mv എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ K കൈനറ്റിക് എനർജി ½ mv² എന്നൊക്കെ പറയുമ്പോൾ ഇവിടെയൊക്കെ ഒരു പവർ ഇല്ലേ? ഇവിടെ ഒന്നുമില്ലെങ്കിൽ ഒന്നെന്നൊക്കെ അർത്ഥമില്ലേ? അവിടെ പവറാണോ ക്യൂബാണോ ഇതൊക്കെ കണ്ടുപിടിക്കാനും നമ്മളെ ആര് സഹായിക്കുന്നുണ്ട്? ഡയമെൻഷൻ സഹായിക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പം ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ രണ്ട് രീതിയിൽ സഹായിക്കുന്നുണ്ട്. എന്തൊക്കെ രീതിയിൽ സഹായിക്കുന്നുണ്ട്? ഡയമെൻഷൻ നമുക്ക് കറക്റ്റ്നെസ് കണ്ടുപിടിക്കാൻ, ഇക്വേഷൻ കറക്റ്റ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ സഹായിക്കുന്നുണ്ട്. അതിൻ്റെ പവേഴ്സൊക്കെ എന്തൊക്കെയാണ് അതൊക്കെ കണ്ടുപിടിക്കാനും, അല്ലെങ്കിൽ ആ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ ആര് സഹായിക്കുന്നുണ്ട്? ഡയമെൻഷൻസ് സഹായിക്കുന്നുണ്ട്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോവാം. ഏരിയയുടെ ഡയമെൻഷൻ നമുക്ക് കണ്ടുപിടിക്കണം. എന്താണ് ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഏരിയ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെത്ത് ആണ് അല്ലേ? ലെങ്ത് ഇൻറ്റു ബ്രെത്ത് ആണ് ഏരിയ എന്ന് പറയുന്നത്. അതായത് L ഇൻറ്റു ബി ആണ് ഏരിയ. അങ്ങനെയാണെങ്കിൽ ഏരിയയെ നമുക്കൊരു പെട്ടിക്കകത്ത് എഴുതാൻ, ഡയമെൻഷൻ എപ്പോഴും എഴുതുമ്പോൾ ഒരു പെട്ടിക്കകത്ത് എഴുതുക. ഓക്കെ, ഡയമെൻഷൻ എപ്പോഴും എഴുതുമ്പോൾ പെട്ടിക്കകത്താക്കണം. അങ്ങനെയാണെങ്കിൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ നീളത്തിൻ്റെ അല്ലേ? നീളം എന്ന് പറഞ്ഞാൽ ലെങ്താണ്. നമുക്ക് മെയിനായിട്ട് മാസിനെ നമുക്ക് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. ലെങ്തിനെ നമുക്ക് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. ടൈമിനെ നമുക്ക് ക്യാപിറ്റൽ T ഇങ്ങനെ പെട്ടിക്കകത്താക്കാൻ റെപ്രസെൻ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മെയിനായിട്ട് നമ്മൾ ഈ മൂന്നെണ്ണമാണ് എടുക്കുന്നത്. മെയിനായിട്ട് ഇത് മൂന്നും എടുക്കുന്നത്. ഇത് മാത്രമല്ല പറഞ്ഞത്, മെയിനായിട്ട് നമ്മൾ ഇത് മൂന്നെണ്ണമാണ് എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ ലെങ്തിൻ്റെ ഒരു യൂണിറ്റാണ്. ബെർത്ത് എന്ന് പറഞ്ഞാലും എന്താണ്? ലെങ്തിൻ്റെ ഒരു യൂണിറ്റാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? L ഇൻറ്റു L എന്താ മക്കളെ? L ഇൻറ്റു L എന്താണ്? L² ആണ് അല്ലേ? L ഇൻറ്റു L എന്ന് പറഞ്ഞാൽ L². അങ്ങനെ എഴുതുമ്പോഴത്തേക്ക് അതും പെട്ടിക്കകത്താക്കണം. അതും എന്ത് ചെയ്യണം? പെട്ടിക്കകത്താക്കണം. അപ്പം നമുക്ക് എന്തെന്ന് കിട്ടി? ഏരിയ എന്ന് പറഞ്ഞാൽ L² എന്ന് കിട്ടി. നമ്മൾ എപ്പോഴും എഴുതുമ്പോൾ ഈ ഒരു 3 യൂണിറ്റിൻ്റെ ബേസിലാണ് എഴുതുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെന്ന് എഴുതാം? അങ്ങനെ ആകുമ്പോഴത്തേക്ക് നമുക്ക് MLT അത് പെട്ടിക്കകത്താക്കുക. ഇനി നോക്കുക, ഇവിടെ M ഉണ്ടോ മക്കളെ? ഇവിടെ M ഇല്ല അല്ലേ? M ഇല്ലെങ്കിൽ എന്താണ്? m⁻0 ആണ്, അവിടെ ഒന്നുമില്ല. ഓക്കെ, ഇനി അടുത്ത എന്താ? L ഉണ്ടോ? L ഉണ്ട്, L² ആണ്. L² ആണെങ്കിൽ T ഉണ്ടോ? T ഇവിടെ ഇല്ല, T ഇല്ലെങ്കിൽ 0. ഓക്കെ, അപ്പം m⁻0 L² T⁻0 എന്ന് കിട്ടും നമ്മുടെ ഏരിയയുടെ എന്താണ്? ഡയമെൻഷൻ. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നോക്കുക, നമ്മുടെ മാസിൻ്റെ SI യൂണിറ്റ് കിലോഗ്രാം ആണെന്ന് നമുക്കറിയാം. എല്ലിൻ്റെത് നമുക്ക് എന്തറിയാം? ലെങ്തിൻ്റെത് മീറ്റർ ആണെന്നറിയാം. മീറ്ററിൻ്റെ സ്ക്വയറാണ് തന്നേക്കുന്നത്. ഇവിടെ 0 ഒന്നുമില്ല. കിലോഗ്രാമിൻ്റെ ഇവിടെ 0 ആണ്, അവിടെ ഒന്നുമില്ല, അത് ക്യാൻസലായിപ്പോയി. m⁻² അല്ലേ? എല്ലിൻ്റെ അടുത്ത് മീറ്ററാണ് SI യൂണിറ്റ്, അതിൻ്റെ സ്ക്വയറാണ്. ടീയുടെ അടുത്ത് ടൈമിൻ്റെ സെക്കൻഡാണ് വരേണ്ടത്. ആ സെക്കൻഡും എന്താണ്? 0 ആയതുകൊണ്ട് അതും ക്യാൻസലായി. അപ്പം നമ്മുടെ ഈ ഒരു ഏരിയയുടെ യൂണിറ്റ് എന്താണ്? യൂണിറ്റ് m² ആണ്. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്കൊരു എളുപ്പ വഴി പറഞ്ഞുതരാം. ഇപ്പോൾ എക്സാമിന് ചോദിക്കുന്നത് ഏരിയയുടെ ഡയമെൻഷൻ എന്താണെന്ന് തന്നിട്ട്
4 ചിലപ്പോൾ ഓപ്ഷന് ഇതേ കണക്ക് m⁻0 L²T⁻0 അല്ലെങ്കിൽ m⁻L⁻⁻1 അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ ഓപ്ഷൻസ് തരാം, 4 ഓപ്ഷൻസ് തരാം. അപ്പം നമ്മൾ അതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് യൂണിറ്റ് അറിയാമെങ്കിൽ വേഗം എത്തിപ്പെടാൻ പറ്റും. ഓക്കെ, യൂണിറ്റ് എന്താണ്? മീറ്റർ സ്ക്വയർ. മീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലിൻ്റെ സ്ക്വയർ. ഉണ്ടാ വേഗം അങ്ങ് എത്തൂലേ? അപ്പം അങ്ങനെയും കണ്ടുപിടിക്കാം. ഓക്കെ അല്ലേ? അപ്പം ഏരിയയുടെ യൂണിറ്റ് എന്താണ്? മീറ്റർ സ്ക്വയർ. അടുത്ത വോളിയം. എന്താണ് വോളിയം? വോളിയം എന്ന് പറയുമ്പോൾ നമ്മളെ യൂണിറ്റ് എന്താണ് നമുക്കറിയാം, അല്ലെങ്കിൽ പോട്ടെ. വോളിയത്തിൻ്റെ LBH നമ്മൾ പഠിച്ചിട്ടില്ലേ? വോളിയം എന്ന് പറഞ്ഞാൽ വോളിയം = LBH പഠിച്ചിട്ടുണ്ടല്ലേ? അപ്പം ലെങ്ത് ഇൻറ്റു ബെർത്ത് ഇൻറ്റു ഹൈറ്റ് ആണ് വോളിയം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ലെങ്ത് ഒരു നീളത്തിൻ്റെ യൂണിറ്റാണ്, ബെർത്ത് ഒരു നീളത്തിൻ്റെ യൂണിറ്റാണ്, ഹൈറ്റ് ഒരു നീളത്തിൻ്റെ യൂണിറ്റാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? L × L എന്ന് എഴുതിക്കൂടെ? ഇതെല്ലാം പെട്ടിക്കകത്താക്കണം. അപ്പം L × L എന്താണ്? L³ ആണ്. ഇതിനെ നമുക്ക് നേരത്തെ രീതിയിൽ എഴുതിക്കൂടെ? എങ്ങനെയാണ്? MLT പെട്ടിക്കകത്താക്കുക. ഈ ഫോമിലും എക്സാമിന് ചോദിക്കും, അതുകൊണ്ട് ഇതും പഠിച്ചു വെക്കണം. ഇവിടെ എമ്മിൻ്റെ വല്ലതും ഉണ്ടോ? ഇല്ല. ഒന്നും ഇല്ലെങ്കിൽ അവിടെ 0 ഇടുക. എല്ലിൻ്റെ എന്താണ്? L³ ആണ്. ആ ക്യൂബ് അവിടെ ഇട്ട് കൊടുക്കുക. ടീയുടെ അവിടെ ഒന്നുമില്ല, അവിടെയും 0 എന്ന് ഇട്ട് കൊടുക്കുക. അപ്പം എന്ത് കിട്ടി? m⁻0 L³ T⁻0 എന്ന് കിട്ടൂലേ? ഇതാണ് നമ്മുടെ വോളിയത്തിൻ്റെ ഡയമെൻഷൻ. ഇനി ഈ ഡയമെൻഷനിൽ നിന്ന് നമ്മൾ എങ്ങനെ മീറ്ററിലെത്തും? നമ്മുടെ L എന്ന് പറഞ്ഞാൽ എന്താണ്? ലെങ്താണ്. ലെങ്തിൻ്റെ SI യൂണിറ്റ് എന്താണ്? മീറ്റർ ആണ്. മീറ്റർ ആണെങ്കിൽ മീറ്ററിൻ്റെ ക്യൂബാണ് അവിടെ കിടക്കുന്നത് അല്ലേ? അപ്പോൾ മീറ്റർ ക്യൂബ്. അങ്ങനെയാണ് നമ്മൾ ഈ യൂണിറ്റിലോട്ട് എത്തുന്നത്. തിരിച്ച് യൂണിറ്റ് അറിയാമെങ്കിൽ തിരിച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഇനി അടുത്ത നമുക്ക് ഡെൻസിറ്റി. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് ബൈ വോളിയം. മാസ് ബൈ വോളിയം ആണ് ഡെൻസിറ്റി. അപ്പം മാസ് വന്നു. മാസിനെ നമുക്ക് എങ്ങനെ എഴുതാം? എം കൊണ്ടാണ് മാസിനെ ഡിനോട്ട് ചെയ്യുന്നത് അല്ലേ? വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്? വോളിയം നമ്മൾ ഇപ്പം കണ്ടുപിടിച്ചു. L³ ആണ് വോളിയം എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. അങ്ങനെയാണെങ്കിൽ ഡെൻസിറ്റിയെ നമ്മൾ എന്തുകൊണ്ട് റെപ്രസെൻ്റ് ചെയ്യും? റോ. ഡെൻസിറ്റി റോ ആണ്. അങ്ങനെയാണെങ്കിൽ റോ = എന്താണ്? m/L³ എന്ന് എഴുതിക്കൂടെ? അങ്ങനെയാണെങ്കിൽ നമ്മൾ എപ്പോഴും ഡയമെൻഷൻ എഴുതുമ്പോൾ നേരെ വേണം എഴുതാൻ. അതുകൊണ്ട് ഈ താഴെ കിടക്കുന്നതിനെ അങ്ങ് മണ്ടേ കൊണ്ടുപോകും. താഴെ കിടക്കുന്നത് മണ്ടേ കൊണ്ടുപോയാൽ എന്താവും? പവർ മൈനസ് ആവും. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ റോ എന്ന് പറഞ്ഞാൽ എന്തായിട്ട് മാറും? എം എഴുതിയ അടുത്ത എന്താണ്? എല്ലിനെ മണ്ടേ കൊണ്ടുപോകുമ്പം L⁻³ എന്നാവും. ഇത് നമുക്ക് ഒരുമിച്ച് എഴുതാം, mL⁻³ അപ്പം ഇതാണ് നമ്മുടെ എന്തിൻ്റെ ഇക്വേഷൻ? ഡെൻസിറ്റിയുടെ ഡയമെൻഷണൽ ഇക്വേഷൻ. ഇനി ഇതിൽ നിന്ന് നമ്മൾ അതിൻ്റെ ഇക്വേഷൻ, നമ്മുടെ യൂണിറ്റ്, ഈ ഒരു സംഭവത്തിൽ നിന്ന്, ഈ ഒരു ഡെൻസിറ്റിയിൽ നിന്ന് നമ്മൾ അതിൻ്റെ യൂണിറ്റ് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? നോക്ക്, എം എന്ന് പറഞ്ഞാൽ എന്താണ്? മാസിനെയാണ് കാണിക്കുന്നത്. മാസിൻ്റെ SI യൂണിറ്റ് എന്താണ്? മാസിൻ്റെ SI യൂണിറ്റ് കിലോഗ്രാം ആണ് അല്ലേ? മാസിൻ്റെ SI യൂണിറ്റ് കിലോഗ്രാം ആണ്. അടുത്ത എല്ലിൻ്റെ എന്താണ്? ലെങ്താണ്. ലെങ്തിൻ്റെ മീറ്റർ ആണ്. m⁻³ അതായത് കിലോഗ്രാം m⁻³ ആണ് ഡെൻസിറ്റിയുടെ യൂണിറ്റ്. ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് എഴുതാം. ഇവിടെ ഒരു T⁻0 ഇട്ടാലും ഇത് തെറ്റൂല. T⁻0 ഇവിടെ കിടന്നാലും ഉത്തരം കറക്റ്റ് തന്നെയാണ്. ഓക്കെ അല്ലേ? T⁻0 എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഓക്കെ, T⁻0 എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല എന്നാണ് അർത്ഥം. ഇനി അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് ഫ്രീക്വൻസി. എന്താണ് ഫ്രീക്വൻസി? ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 1/ടൈം പീരീഡ് ആണ് ഫ്രീക്വൻസി. 1/ടൈം പീരീഡ്. ആ പേരിൽ നിന്ന് തന്നെ കിട്ടി, ടൈമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം ടൈമിൻ്റെ ഡയമെൻഷൻ എന്താണ്? ടൈമിൻ്റെ ഡയമെൻഷൻ പെട്ടിക്കകത്ത് എന്താക്കുക? T എന്ന് ഇട്ട് കൊടുക്കുക. അപ്പം എന്താണ്? F, ഫ്രീക്വൻസിയുടെ F എന്ന് പറഞ്ഞാൽ 1/ എന്താണ്? പെട്ടിക്കകത്ത് T ഇട്ട് കൊടുക്കുക. ഇതിനെ നമ്മൾ പറഞ്ഞു, നമ്മളിങ്ങനെ ഫ്രാക്ഷൻ രൂപത്തിൽ എഴുതത്തില്ല, നേരെ കൊണ്ടുപോകും. അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഇതിനെ മണ്ടേ കൊണ്ടുപോയാൽ ഇതെന്തായിട്ട് മാറും? T⁻⁻1 ആയിട്ട് മാറും. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ F എന്തായി? F T⁻⁻1. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ യൂണിറ്റ് എന്താണ്? ടൈമിൻ്റെ യൂണിറ്റ് എന്താണ്? സെക്കൻഡ് ആണ്. ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്. പവറായിട്ട് എന്തുണ്ട്? -1 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ യൂണിറ്റ് ഓഫ് ഫ്രീക്വൻസി എന്താണ്? S ഇൻവേഴ്സ് എന്നാണ്
എസ് ഇൻവേഴ്സ്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്ത നോക്കാം. അടുത്ത സ്പീഡ്. സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം ആണ് അല്ലേ? നമുക്കറിയാം ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം ആണ് സ്പീഡ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്പീഡിനെ നമുക്ക് എന്തുകൊണ്ട് ഡിനോട്ട് ചെയ്യാം? എസ് കൊണ്ട് ഡിനോട്ട് ചെയ്യാം അല്ലേ? സ്പീഡിനെ നമുക്ക് എസ് കൊണ്ട് ഡിനോട്ട് ചെയ്യാമെങ്കിൽ ഡിസ്റ്റൻസ് എന്താണ്? ഒരു നീളത്തിൻ്റെ യൂണിറ്റ് അല്ലേ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്? ഡിസ്റ്റൻസ് നീളത്തിൻ്റെ യൂണിറ്റ് ആയതുകൊണ്ട് നമ്മൾ എന്ത് കൊടുത്തു? എല്ല് ദാ ഇവിടെ കൊടുത്തു. ഓക്കെ, ഇനി എന്താണ്? ബൈ ടൈം ആണ്. ടൈമിന് നമ്മൾ എന്താ കൊടുക്കുന്നത്? പെട്ടിക്കകത്ത് എന്ത് ഇട്ട് കൊടുക്കണം? പെട്ടിക്കകത്ത് അടച്ചുപൂട്ടി ആരെ വെക്കണം? ടിയെ വെക്കണം. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടി? ഡെൽറ്റ എസ് ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും? എൽ ബൈ ടി എന്ന് വരും അല്ലേ? എൽ ബൈ ടി. ഇങ്ങനെ എഴുതുമോ? ഫ്രാക്ഷൻ രൂപത്തിൽ എഴുതുമോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ടീനെ അങ്ങ് മണ്ടേ കൊണ്ടുപോകണം. ടി മുകളിൽ പോയാൽ എന്താവും? ടി റൈസ് ടു -1 എന്നാവും. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് കിട്ടും? എൽ ടി റൈസ് ടു -1. ഇനി നമ്മൾ ഫുൾ രീതിയിൽ എഴുതുകയാണെങ്കിൽ എം എൽ ടി നമുക്ക് എങ്ങനെ എഴുതാം? എം ഉണ്ടോ? എം ഇല്ല. M0. എൽ ഉണ്ട്. എൽ റൈസ് ടു 1 ആണ്. ടി റൈസ് ടു -1 ആണ്. ഇങ്ങനെ നമുക്ക് എഴുതാം. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? യൂണിറ്റ് മീറ്റർ അല്ലേ? ലെങ്തിൻ്റെ യൂണിറ്റ് മീറ്റർ ആണ്. ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ് അല്ലേ? സെക്കൻഡ് ഇൻവേഴ്സ്. മീറ്റർ പെർ സെക്കൻഡ് അല്ലെങ്കിൽ മീറ്റർ പെർ സെക്കൻഡ് എന്ന് എഴുതാം. ഇത് തന്നെയല്ലേടാ ഇത്? മീറ്റർ പെർ സെക്കൻഡ് അല്ലെങ്കിൽ മീറ്റർ എസ് റൈസ് ടു -1 അല്ലെങ്കിൽ മീറ്റർ സെക്കൻഡ് റൈസ് ടു -1. ഇങ്ങനെയാണ് നമ്മുടെ സ്പീഡിൻ്റെ യൂണിറ്റ് വരുന്നത്. അടുത്ത നമുക്ക് വെലോസിറ്റി. എന്താണ് വെലോസിറ്റി? വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ആണ് നമ്മുടെ സ്പീഡ്. ഡിസ്റ്റൻസ് വന്നാൽ സ്പീഡ്, ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ടൈം വന്നാൽ എന്താണ്? സ്പീഡാണ്. എന്നാൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണെങ്കിലോ? ഡിസ്പ്ലേസ്മെൻ്റ് ആകുമ്പോൾ കിട്ടുന്നതാണ് വെലോസിറ്റി. അപ്പോൾ ഒരു കാര്യം ചോദിക്കട്ടെ, എന്താണ് ഡിസ്റ്റൻസ്, എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ്? നമ്മൾ ഇവിടെ ഒരു സംഭവമുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ഇത് നമ്മുടെ വീടാണെന്ന് വിചാരിക്കുക. ഇത് നമ്മുടെ വീടാണ്. ഇവിടുന്ന് കറങ്ങി ഞാൻ തിരിച്ച് വീട്ടിലെത്തി. ഓക്കെ, കറങ്ങി 2 വഴിയുണ്ട് വീട്ടിലോട്ട് പോകാൻ. ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി ഞാൻ ഇവിടെ സാധനമൊക്കെ മേടിച്ച് കട ഇവിടെയാണെന്ന് വിചാരിക്കുക. കടയിൽ പോയി സാധനം മേടിച്ചു. പിന്നെ തിരിച്ചു പോകാൻ എനിക്ക് മടിയായിട്ട് വേറൊരു വഴി ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ഇതിലേ കൂടെ ഇങ്ങനെ വന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഞാൻ എത്ര ഡിസ്റ്റൻസ് സഞ്ചരിച്ചു, എത്ര ഡിസ്പ്ലേസ്മെൻറ്റ് സഞ്ചരിച്ചു എന്ന് പറയാൻ ഒരു എക്സാമ്പിൾ പറയാം. കട വരെ ഉള്ളത് കാര്യം ആദ്യം പറയാം. കട വരെയുള്ള ദൂരം എത്ര, ഡിസ്റ്റൻസ് എത്ര, ഡിസ്പ്ലേസ്മെൻറ്റ് എത്ര. ഡിസ്റ്റൻസ് പറയുകയാണെങ്കിൽ ഇത് മൊത്തം മെഷർ ചെയ്യണം. ഓക്കെ, ഡിസ്റ്റൻസ് പറയുകയാണെങ്കിൽ ഇത് മൊത്തം മെഷർ ചെയ്യണം. ഡിസ്പ്ലേസ്മെൻ്റ് ആണെങ്കിൽ ഏറ്റവും കുറഞ്ഞ അളവെടുത്താൽ ഈ പാത്ത് നോക്കേണ്ട കാര്യമില്ല. ഇതാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വന്ന വഴി മൊത്തം ഒരു ടേപ്പും കൊണ്ടുപോയി അളക്കുക. അതാണ് ഡിസ്റ്റൻസ്. ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ അളവ്, അതാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. ആ തമ്മിലുള്ള ദൂരം, വീടും കടയും തമ്മിലുള്ള ദൂരം മതി, അല്ലാതെ നമ്മൾ പോയ വഴിയൊന്നും അളക്കണ്ട. ഓക്കെ അല്ലേ? ഇനി ഞാൻ തിരിച്ചതാ വീട്ടിൽ എത്തി. ഇപ്പം എൻ്റെ ഡിസ്റ്റൻസ് എത്രയാണ്? ഞാൻ ഇവിടുന്ന് കറങ്ങി ഇവിടെ നിന്ന് ഇറങ്ങി ഇത്രയും ദൂരം ഞാൻ സഞ്ചരിച്ചു. ഇതാണ് എൻ്റെ ഡിസ്റ്റൻസ്. ഡിസ്പ്ലേസ്മെൻ്റ് എത്ര? ഞാൻ തുടങ്ങിയ സ്ഥലത്ത് തന്നെ അവസാനിച്ചു. ഡിസ്പ്ലേസ്മെൻ്റ് അവിടെ എന്തായിട്ട് മാറും? 0 ആവും അല്ലേ? അപ്പോൾ ഡിസ്റ്റൻസ് ഒരിക്കലും എന്തിനേക്കാളും വലുതാവില്ല അല്ല, ഡിസ്പ്ലേസ്മെൻറ്റ് ഒരിക്കലും ഡിസ്റ്റൻസിനേക്കാൾ വലുതാവത്തില്ല. ഡിസ്പ്ലേസ്മെൻറ്റ് ഒരിക്കലും എന്തിനേക്കാൾ വലുതാവത്തില്ല? ഡിസ്റ്റൻസിനേക്കാൾ വലുതാവത്തില്ല. അത് ചിലപ്പോൾ 0 ആവാം, നെഗറ്റീവ് ആവാം, പോസിറ്റീവ് ആവാം, എല്ലാം ആവാം. പക്ഷേ ഡിസ്റ്റൻസ് ഒരിക്കലും നെഗറ്റീവ് ആവത്തില്ല, 0 ആവത്തില്ല. ഓക്കെ അല്ലേ? അത് ഞാൻ ജസ്റ്റ് ഇതിൻ്റെ കൂടെ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. വെലോസിറ്റി എന്താണ് മക്കളെ? ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണ്. ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണ് വെലോസിറ്റി എങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ പറഞ്ഞു. ഇവിടെ എന്താ അളന്നത്? ഈ ഡിസ്പ്ലേസ്മെൻറ്റിൽ ലെങ്ത് തന്നെയല്ലേ അളന്നത്? അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ഡയമെൻഷൻ എന്താണ്? ലെങ്തിൻ്റെ ഡയമെൻഷൻ. ഓക്കെ, താഴെ എന്താ? ടൈം അല്ലേ? അപ്പോൾ ടൈമിൻ്റെ ഡയമെൻഷൻ എന്താണ്? ടൈമിൻ്റെ ഡയമെൻഷൻ ടി. ഓക്കെ അല്ലേ? അപ്പം വെലോസിറ്റിയുടെ വി ആണ് ഇത്. വെലോസിറ്റിയുടെ വി ഈസ് ഈക്വൽ ടു എൽ ബൈ ടി എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ബൈ ഇടത്തില്ലെന്ന് നമ്മൾ പറഞ്ഞു, മണ്ടേ കൊണ്ടുപോയി ടി റൈസ് ടു -1 ആയി. ഓക്കെ അല്ലേ? ആ സ്റ്റെപ്പ് അറിയാമല്ലോ. ഇനി നമുക്ക് എന്ത് എഴുതാം? എം എൽ ടി. എമ്മിന് പവർ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ 0 ഇട്ട് കൊടുത്തു.
L1 ഉണ്ട് T⁻⁻1 ഇങ്ങനെ എഴുതാം. ഓക്കെ, ഇനി ഇതിൻ്റെ യൂണിറ്റ് കണ്ടുപിടിക്കണം. എങ്ങനെ യൂണിറ്റ് കണ്ടുപിടിക്കും? പവർ ഉള്ളതിനെ എടുക്കുക, L1 ആണ്. L എന്ന് പറഞ്ഞാൽ ലെങ്ത് ആണ്. ലെങ്തിൻ്റെ യൂണിറ്റ് മീറ്റർ, m/1 ആയതുകൊണ്ടൊന്നും എഴുതണ്ട. ഇനി അടുത്ത എന്താ പറഞ്ഞേക്കുന്നത്? T⁻⁻1, ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ സെക്കൻഡിൻ്റെ ഇൻവേഴ്സ്, അതായത് m/s അല്ലെങ്കിൽ m/s ഇൻവേഴ്സ്. ഓക്കെ അല്ലേ? നമ്മൾ ഇതിന് മുന്നേ എന്ത് പഠിച്ചായിരുന്നു? നമ്മൾ സ്പീഡ് പഠിച്ചായിരുന്നു. സ്പീഡിൻ്റെ എന്ത് തന്നെയാണ്? സ്പീഡിൻ്റെ m/s അല്ലേ? ഇനി അടുത്ത എന്താണ്? മൊമെൻറ്റം. എന്താണ് മൊമെൻറ്റം? മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് ഇൻറ്റു വെലോസിറ്റി ആണ് മൊമെൻറ്റം. എന്താണ്? മാസ് ഇൻറ്റു വെലോസിറ്റി. മാസ് m ആണ്, നമുക്ക് ഇങ്ങനെ എഴുതാം, പെട്ടിക്കകത്ത് m. വെലോസിറ്റി നമ്മൾ ഇപ്പം കണ്ടുപിടിച്ചതേ ഉള്ളൂ. എന്താണ് വെലോസിറ്റി? ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഡിസ്പ്ലേസ്മെൻറ്റ് ട്രാവൽ ബൈ ടൈം. അപ്പം എന്ത് കിട്ടി? L⁻⁻1 എന്ന് കിട്ടി. അപ്പം m ഇൻറ്റു എന്താണ്? L⁻⁻1. ഓക്കെ അല്ലേ? m ഇൻറ്റു L⁻⁻1. അത് നമുക്ക് ചേർത്ത് എങ്ങനെ എഴുതാം? mL⁻⁻1 എന്ന് എഴുതാം അല്ലേ? ഇതിനെ നമുക്ക് ചേർത്ത് എങ്ങനെ എഴുതാം? mL⁻⁻1. മൊമെൻറ്റം ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ P ആണ്. അതുകൊണ്ട് P യെ നമുക്ക് ഇങ്ങനെ പെട്ടിക്കകത്താക്കാം, P. ഓക്കെ, P ആണ് മൊമെൻറ്റം. P = mv പഠിച്ചിട്ടില്ലേ? നമ്മൾ കുറച്ച് ബേസിക് ഇക്വേഷൻസ് ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചു വെക്കണം കേട്ടോ. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ എന്താണ് ബേസിക് ആയിട്ടുള്ള എല്ലാ ഇക്വേഷൻസും പഠിച്ചു വെക്കണം. ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഇക്വേഷൻസും ചോദിക്കാം. ഇതൊക്കെ കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചിട്ട് എക്സാം ഹാളിൽ പോകും, ഞാനെല്ലാം പഠിച്ചു, സൂപ്പറാ. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ ചോദിക്കുന്നത് സിമ്പിളായിട്ട് ഏതെങ്കിലും ഒരു സാധനത്തിൻ്റെ ഇക്വേഷൻ ആയിരിക്കും. അതറിയത്തില്ലെങ്കിൽ തീർന്നില്ലേ? അതുകൊണ്ട് ബേസിക് ആയിട്ടുള്ള എല്ലാ ഇക്വേഷൻസും പഠിച്ചു വയ്ക്കുക. കുറേ ഇക്വേഷൻസ് ഉണ്ട്, അത് ഞാൻ തരാം കേട്ടോ. അപ്പോൾ എന്താണ് മൊമെൻറ്റം? മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. നമുക്ക് എന്ത് കിട്ടി? mL⁻⁻1 എന്ന് കിട്ടിയില്ലേ? mL⁻⁻1 ആണ് എന്തെന്ന് കിട്ടി? മൊമെൻറ്റം എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ യൂണിറ്റ് ഓഫ് മൊമെൻറ്റം, യൂണിറ്റ് എങ്ങനെ കണ്ടുപിടിക്കും? ഇതിൽ നിന്ന് ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്താൽ പോരെ. അപ്പം m എന്ന് പറഞ്ഞാൽ എന്താണ്? m മാസാണ്. അപ്പം എന്ത് കിട്ടും? കിലോഗ്രാം. അതാണ് നമ്മളിതാ ഇവിടെ എഴുതിയേക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്ത എന്താ? L എന്ന് പറഞ്ഞാൽ ലെങ്ത് ആണ്. ലെങ്തിൻ്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ. ഓക്കെ, അതങ്ങനെ എഴുതി. പവർ ഒന്നുണ്ടായതുകൊണ്ട് അത് എഴുതണ്ട. ഇനി അടുത്ത എന്താണ്? ടൈമിൻ്റെ യൂണിറ്റ് എന്താണ്? സെക്കൻഡാണ് നമ്മൾ അവിടെ എഴുതി വെച്ചേക്കുന്നത്. സെക്കൻഡിൻ്റെ ഇൻവേഴ്സ്. ഓക്കെ, ടൈമിൻ്റെ ഇൻവേഴ്സ് ആയതുകൊണ്ട് സെക്കൻഡിൻ്റെ ഇൻവേഴ്സ്. ക്ലിയർ അല്ലേ? അപ്പം ഇതും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത് നമുക്ക് ആംഗുലാർ മൊമെൻറ്റം. എന്താണ് ആംഗുലാർ മൊമെൻറ്റം? ആംഗുലാർ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ മൊമെൻറ്റം ഇൻറ്റു ഡിസ്റ്റൻസ്. മൊമെൻറ്റം ഇൻറ്റു ഡിസ്റ്റൻസ് ആണ് എന്ത്? ഡിസ്റ്റൻസ് ആണ് ആംഗുലാർ മൊമെൻറ്റം. ഓക്കെ, ആംഗുലാർ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ മൊമെൻറ്റം ഇൻറ്റു ഡിസ്റ്റൻസ്. മൊമെൻറ്റം നമ്മൾ ഇപ്പം പറഞ്ഞു വെച്ചതേ ഉള്ളൂ. എന്താണ്? മാസ് ഇൻറ്റു വെലോസിറ്റി അല്ലേ? മാസ് ഇൻറ്റു വെലോസിറ്റി P അല്ലേ മൊമെൻറ്റം? P = mv. അതാണ് മാസ് ഇൻറ്റു വെലോസിറ്റി എഴുതത്. പിന്നെ അതിൻ്റെ കൂടെ എന്തുകൂടെ പറഞ്ഞു? ഡിസ്റ്റൻസും കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. ഡിസ്റ്റൻസിൻ്റെ d ഉണ്ട് അല്ലേ? അതാണ് ആംഗുലാർ മൊമെൻറ്റം, mvd. അങ്ങനെയാണെങ്കിൽ മാസ് നമുക്ക് എങ്ങനെ എഴുതാം? മാസ് നമുക്ക് m കൊണ്ട് എഴുതാം അല്ലേ? വെലോസിറ്റി എന്താണ്? L⁻⁻1 ആണ്. അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് എന്താണ്? L ആണ്. ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചേർത്ത് നമുക്ക് എങ്ങനെ എഴുതാം? ഈ ഒരു സ്റ്റെപ്പ് എഴുതാം. കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് എന്ത് എഴുതാം? L ഇൻറ്റു L എന്തായി? L² ആയി. പിന്നെ ഒരു T⁻⁻1 അല്ലേ ഉള്ളൂ, അതിട്ടു. അപ്പം ഇത് നമുക്ക് ഓക്കെ, ഇതിപ്പോൾ നമുക്ക് സെറ്റായി. mL² T⁻⁻1. ഇതാണ് നമ്മുടെ L എന്ന് പറയുന്നത്. അപ്പോൾ യൂണിറ്റ് ഓഫ് ആംഗുലർ മൊമെൻറ്റം എങ്ങനെ പറയാം? യൂണിറ്റ് നമുക്ക് താണ്ടേ m എന്താണ്? മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാം. ഓക്കെ, ഇനി L². L എന്ന് പറഞ്ഞാൽ മീറ്റർ ആണ്. മീറ്ററിൻ്റെ സ്ക്വയർ മീറ്റർ സ്ക്വയർ. ഇനി അടുത്ത ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്. സെക്കൻഡിൻ്റെ ഇൻവേഴ്സ്. ടൈമിൻ്റെ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അടുത്ത എന്താണ്? ആക്സിലറേഷൻ ആണ്. എന്താണ് ആക്സിലറേഷൻ? ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ആണ് ആക്സിലറേഷൻ.
അപ്പം ചേഞ്ച് ഇൻ വെലോസിറ്റി, വെലോസിറ്റിക്ക് ഉണ്ടാവുന്ന ചേഞ്ച് ആണ് ആക്സലറേഷൻ. ഒരു എക്സാമ്പിൾ പറയാം. നമ്മളിപ്പോൾ ഒരു വണ്ടിയിൽ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ കാറാണ്. ഓക്കെ, ഇപ്പം നമ്മുടെ കാറിൽ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു നിശ്ചിത വേഗതയിൽ, അതൊരു പ്രത്യേക വെലോസിറ്റിയിൽ പോവുകയാണ്. ഇതിന് മാറ്റമൊന്നും ഇല്ലെങ്കിൽ പ്രശ്നമില്ല. പക്ഷെ നമ്മളൊരു വളവെത്തുമ്പോഴത്തേക്ക് നമ്മൾ ഇങ്ങനെ വളയുമ്പോൾ നമ്മളും അതിൻ്റെ ഒപ്പം ഇങ്ങനെ വളയില്ലേ, നമ്മൾ അങ്ങോട്ട് വളയ്ക്കുമ്പോഴും ഇങ്ങോട്ട് വളയ്ക്കുമ്പോഴൊക്കെ, അതായത് ആ വെലോസിറ്റിക്ക് എന്താണ് ഒരു ചേഞ്ച് ഉണ്ടായി അല്ലേ. നമ്മൾ അങ്ങോട്ട് കാറ് വളയ്ക്കുമ്പോൾ നമ്മളും അതിൻ്റെയോടൊപ്പം വളഞ്ഞു പോകും. തിരിച്ച് നമ്മളിപ്പോൾ ഒരു സ്കൂട്ടിയിലാണെന്ന് വിചാരിക്കുക, സ്കൂട്ടിയിലാണെങ്കിലും ബൈക്കിലാണെങ്കിലും നമ്മൾ ഇങ്ങനെ വളയ്ക്കുമ്പോൾ നമ്മളും വളയൂലേ. അതെന്താണ് നമ്മുടെ ബോഡിക്ക് എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചായ്വൊക്കെ ഉണ്ടാകുന്നത്? എന്ത് കാരണമാണ്? ആക്സലറേഷൻ കാരണമാണ്. നമ്മുടെ ആക്സലറേഷൻ സംഭവിക്കുന്നത് കൊണ്ടാണ് നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചരിയുന്നത്. അതെന്താ കാരണം? അവിടെ വെലോസിറ്റി മാറി. ചേഞ്ച് ഇൻ വെലോസിറ്റി, വെലോസിറ്റിക്ക് മാറ്റം സംഭവിച്ചതുകൊണ്ടാണ് ആക്സലറേഷൻ ഉണ്ടായത്. അപ്പോൾ എന്താണ് ആക്സലറേഷൻ്റെ ഇക്വേഷൻ? ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. എന്താണ്? ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ആണ് ആക്സലറേഷൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം വെലോസിറ്റി. വെലോസിറ്റി നമ്മൾ ഇച്ചിരി മുന്നേ അങ്ങോട്ട് പഠിച്ചുള്ളൂ. എന്താണ് വെലോസിറ്റി എന്ന് പറഞ്ഞത്? ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണ് വെലോസിറ്റി. അങ്ങനെയാണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് ഒരു ലെങ്ത് ആണ്, അതായത് എല്ലാം ഇട്ടു. അടുത്ത ടൈം എന്താണ്? ടൈമിൻ്റെ ഡയമെൻഷൻ ടി ആണ്, നമ്മൾ അതും ഇട്ട് കൊടുത്തു. അപ്പോൾ നമുക്കിതിനെ മാറ്റി എങ്ങനെ എഴുതാം? LT⁻⁻1 എന്ന് എഴുതാം. ഇത് ഞാൻ പറഞ്ഞു തന്നേല്ലേടാ. അപ്പോൾ അത് കിട്ടിയില്ലേ? ഇതാണ് നമ്മുടെ വെലോസിറ്റി. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി LT⁻⁻1. ഇനി എന്തുണ്ട്? താഴെ ഒരു ടൈം കിടപ്പുണ്ടല്ലേ. ഈ ടൈം നമ്മൾ എടുത്തില്ല, നമ്മളിവിടെ വെലോസിറ്റിയുടെ ആണ് എടുത്തത്, വെലോസിറ്റിയുടെ ഇക്വേഷനാണ് എടുത്ത് എഴുതിയത്. ഇനി എന്താണ്? ടൈം ഉണ്ട്. ടൈം എന്താണ്? ടൈമിൻ്റെ ഡയമെൻഷൻ ഇവിടെ എഴുതുക. നമ്മൾ പറഞ്ഞു ഫ്രാക്ഷനായിട്ട് എഴുതത്തില്ല. അപ്പം നമ്മൾ ഫ്രാക്ഷൻ അങ്ങ് മണ്ടേ കൊണ്ടുപോകണം. മണ്ടേ കൊണ്ടുപോകുമ്പോൾ എന്തായിട്ട് മാറും? LT⁻⁻1 ഇൻറ്റു ഇത് മണ്ടേ പോകുമ്പോൾ T⁻⁻1. ഓക്കെ, അങ്ങനെ ആകുമ്പോഴത്തേക്ക് നമുക്കിതിനെ ചേർത്ത് എങ്ങനെ എഴുതാം? എല്ലിനൊന്നും സംഭവിച്ചില്ല, ഇവിടെ ഇല്ല. അപ്പോൾ അതേ കണക്ക് എഴുതി. T⁻⁻1 ഇൻറ്റു T⁻⁻1 എന്ത് കിട്ടും? T⁻⁻2 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആക്സലറേഷൻ എ എന്ന് പറഞ്ഞാൽ എന്താണ്? LT⁻⁻2 ആണ്. ആക്സലറേഷൻ എ എന്ന് പറഞ്ഞാൽ എന്താണ്? LT⁻⁻2 ആണ്. നമ്മുടെ മറ്റേ രീതിയിൽ നമ്മുടെ എല്ലാം ഡയമെൻഷനിലൂടെ ചേർത്ത് നമുക്ക് എങ്ങനെ എഴുതാം? എം ഇല്ലെങ്കിൽ 0, എല്ലുണ്ട്, ടി ഉണ്ട്, ടിക്ക് പവർ ഉണ്ട്, T⁻⁻2 ഇങ്ങനെ എഴുതിക്കൂടെ? ഇങ്ങനെ എഴുതിയാലും കറക്റ്റാണ്, ഇങ്ങനെ എഴുതിയാലും കറക്റ്റാണ്. ഇത് രണ്ടും കറക്റ്റാണ്. ഓക്കെ, എക്സാമിന് ഇതിൽ ഏതെങ്കിലും തന്നിട്ട് അയ്യോ ഞാൻ ഇതാണല്ലോ പഠിച്ചത് മറ്റേതില്ല അപ്പോൾ അത് തെറ്റാന്ന് പറഞ്ഞ് വെട്ടിക്കളയരുത്. ഇങ്ങനെ എഴുതിയാലും കറക്റ്റാണ്. ഓക്കെ അല്ലേ? ഇനി എന്താണ്? ഇനി നമ്മുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ യൂണിറ്റ് കണ്ടുപിടിക്കാം. എന്ന് പറഞ്ഞാൽ നമ്മുടെ ലെങ്തിൻ്റെ യൂണിറ്റ് ആണല്ലേ, മാസ് അല്ല, ലെങ്തിൻ്റെ യൂണിറ്റ് ആണ് എല്ല്. അപ്പോൾ എന്താണ്? മീറ്റർ ആണ്. ലെങ്തിൻ്റെ SI യൂണിറ്റ് എന്താണ്? മീറ്റർ ആണ്. അടുത്ത ടൈമിൻ്റെ SI യൂണിറ്റ് എന്താണ്? സെക്കൻഡ് ആണ്. Time⁻⁻2 ആണ്. second⁻⁻2. അതായത് നമുക്ക് എന്ത് കിട്ടി? m/s² അല്ലെങ്കിൽ m/s² എന്ന് കിട്ടി. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അടുത്ത നമുക്ക് ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്താണ്? ഇതൊക്കെയാണ് നമ്മൾ പഠിക്കാനുള്ളത്. നമ്മുടെ ഫോഴ്സിൻ്റെ ഇക്വേഷൻ നമുക്ക് അറിഞ്ഞാലേ ഇത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എക്സാമിന് ഫോഴ്സിൻ്റെ ഡയമെൻഷൻ എന്താണെന്ന് മാത്രമേ ചിലപ്പോൾ ചോദിക്കൂ. അപ്പം നമുക്ക് ഫോഴ്സിൻ്റെ ഇക്വേഷൻ അറിയത്തില്ലെങ്കിൽ ഇത് ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് ബേസിക് ആയിട്ടുള്ള എല്ലാ ഇക്വേഷൻസും പഠിക്കണം. അപ്പോൾ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്താണ്? മാസ് ഇൻറ്റു ആക്സലറേഷൻ. F ഈസ് ഈക്വൽ ടു ma. F ഈസ് ഈക്വൽ ടു ma ആണ് നമ്മുടെ ഫോഴ്സിൻ്റെ ഇക്വേഷൻ. അപ്പം m എന്താണ്? മാസ്. a എന്താണ്? ആക്സലറേഷൻ. നമുക്കറിയാം മാസിൻ്റെ ഡയമെൻഷൻ m ആണെന്നറിയാം. ആക്സലറേഷൻ നമ്മൾ കുറച്ച് മുന്നേ പഠിച്ചതേ ഉള്ളൂ, LT⁻⁻2. അങ്ങനെയാണെങ്കിൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്തായിട്ട് മാറും? നമുക്കിതിനെ അങ്ങ് ചേർത്ത് എഴുതിക്കൂടെ? അപ്പോൾ എന്തായിട്ട് മാറാം? mLT⁻⁻2. എന്താണ്? mLT⁻⁻2. കാണാതെ പഠിച്ചാലും വേണ്ടിയില്ല, ഇക്വേഷൻ എന്തായാലും പഠിക്കണം. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു ആക്സലറേഷൻ ആണ്. അതിൻ്റെ ഡയമെൻഷൻ mLT⁻⁻2. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ നമ്മുടെ യൂണിറ്റ് കണ്ടുപിടിക്കലാണ് അടുത്ത ഡ്യൂട്ടി. യൂണിറ്റ് മാസ്.
മാസിൻ്റെ യൂണിറ്റ് എന്താണ്? മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്. മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്. അങ്ങനെയാണെങ്കിൽ ലെങ്തിൻ്റെ യൂണിറ്റ് എന്താണ്? ലെങ്തിൻ്റെ യൂണിറ്റ് മീറ്റർ. ലെങ്തിൻ്റെ യൂണിറ്റ് മീറ്റർ. അടുത്ത ടൈം റേസ് ടു -2. ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ്. സെക്കൻഡ് റേസ് ടു -2 എന്താണ്? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് അല്ലെങ്കിൽ കിലോഗ്രാം മീറ്റർ സെക്കൻഡ് റേസ് ടു -2 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഇതിനെ നമുക്ക് സിമ്പിളായിട്ട് ഒറ്റ വേർഡിൽ എന്താണെന്ന് പറയാം? ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണെന്ന് പറയാം. ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ. അപ്പോൾ ഒരു ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വൽ ആയിരിക്കും? ഒരു കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ അല്ലേ? ഒരു കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ന്യൂട്ടൺ ആണ്. അടുത്ത ഇമ്പൾസ്. എന്താണ് ഇമ്പൾസ്? ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നുമില്ല, ഫോഴ്സ് ഇൻറ്റു ടൈം. അതായത് നമ്മൾ ഇപ്പോൾ ചാട്ടവാറിലൊക്കെ അടിക്കത്തില്ലേ, ഒരു ചെറിയ സമയത്തുണ്ടാകുന്ന വലിയ ഫോഴ്സ്, അതാണ് ഇമ്പൾസ് എന്ന് പറയുന്നത്. ചെറിയ സമയത്തുണ്ടാകുന്ന വലിയൊരു ഫോഴ്സിനെയാണ് ഇമ്പൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫോഴ്സ് ഉണ്ടല്ലോ, ടൈം ഉണ്ടല്ലോ, അപ്പോൾ ഫോഴ്സ് ഇൻറ്റു ടൈം ആണ് ഇമ്പൾസ്. ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ I ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ടി. ഓക്കെ, ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ ഫോഴ്സിൻ്റെ നമുക്ക് ഇക്വേഷൻ നേരത്തെ ചെയ്തത് വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഒന്നുകൂടെ ചെയ്ത് നോക്കാം, ഒരു പ്രശ്നമല്ല. ഫോഴ്സ് നമ്മൾ പഠിച്ചായിരുന്നു mT⁻² ആണെന്ന് പഠിച്ചു. അതിൻ്റെ കൂടെ എന്തും കൂടെ വന്നു? ഒരു ടൈമും കൂടെ വന്നു. ടൈമിൻ്റെ ഡയമെൻഷനും കൂടെ ഇൻഡ് ചെയ്യുക. ഓക്കെ, അങ്ങനെയാകുമ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും? എമ്മിനൊന്നും സംഭവിച്ചില്ല, എം അവിടെ തന്നെ ഉണ്ട്, എം താഴെ ഇറക്കി. എല്ലിന് എന്തെങ്കിലും സംഭവിച്ചോ? എല്ലിനും ഒന്നും സംഭവിച്ചില്ല, എല്ലും അവിടെ തന്നെ കിടപ്പുണ്ട്. ഓക്കെ, ഇനി അടുത്ത എന്താണ്? ടീക്കാണ് മാറ്റം വന്നത്. ഇവിടെ ഒരു ടി ഉണ്ട്, ഇവിടെ ഒരു ടി ഉണ്ട് അല്ലേ? T⁻² ഇൻറ്റു ടി. T⁻² ഇൻറ്റു ടി എത്രയാണ്? T⁻−1 ആണ്. T⁻−1. ഓക്കെ അല്ലേ? T⁻² ഇൻറ്റു ടി ചെയ്യുമ്പോൾ നമുക്ക് T⁻−1 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഇത് എങ്ങനെയാ? T⁻−2 എന്ന് പറഞ്ഞാൽ എന്താണ്? 1/t² ആണ്. ചിലർക്ക് ഇത് അറിയത്തില്ലായിരിക്കും, അതുകൊണ്ട് ഞാനത് പറഞ്ഞു തരിക. നമ്മൾ ഇതിനെ വണ്ടേ കൊണ്ടുപോകുമ്പോഴല്ലേ T⁻−2 എന്ന് കിട്ടുക അല്ലേ? ഇവിടെ ഡയറക്റ്റ് ടി ഇൻറ്റു ചെയ്തേക്കുമല്ലേ? അതായത് ടി ഇൻറ്റു ഇതെടുക്കുവാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 1/t² എന്ന് കിട്ടും. അതായത് T² ഒരു ടിയും ഈ ഒരു ടിയും കൂടെ വെട്ടിക്കളഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 1/t എന്ന് കിട്ടും. ഇതിനെ നമ്മൾക്ക് മേളിൽ കൊണ്ടുപോയാൽ T⁻−1 എന്ന് കിട്ടും. അതാണ് ഇവിടെ വന്നേക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പം T⁻−1 ആണ് ഇമ്പൾസിൻ്റെ ഇക്വേഷൻ. ഓക്കെ അല്ലേ? ഡയമെൻഷണൽ ഇക്വേഷൻ ഓഫ് ഇമ്പൾസ് T⁻−1. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് യൂണിറ്റ് കണ്ടുപിടിക്കണം. എന്താണ്? മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാം. നമ്മുടെ L എന്താണ്? ലെങ്തിൻ്റെ യൂണിറ്റ് എന്താണ്? ലെങ്തിൻ്റെ യൂണിറ്റ് മീറ്റർ. എന്താണ്? മീറ്റർ. മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാം. ലെങ്തിൻ്റെ യൂണിറ്റ് മീറ്റർ. ടൈമിൻ്റെ യൂണിറ്റ് എന്താണ്? സെക്കൻഡ്. അപ്പോൾ T⁻−1 അപ്പോൾ എന്താ വരും? T⁻−1. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി അടുത്ത നമുക്ക് വർക്കിൻ്റെ ഇക്വേഷൻ പഠിക്കണം. വർക്കിൻ്റെ ഇക്വേഷൻ അറിയാമെങ്കിൽ ഇതും നമുക്ക് ഡയമെൻഷൻ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ വർക്കിൻ്റെ ഇക്വേഷൻ എന്താണ്? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. W = ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ S കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ക്യാപിറ്റൽ S, സ്മാൾ s സെക്കൻഡ്, ക്യാപിറ്റൽ S ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ എന്താണ്? വർക്ക് ഈസ് ഈക്വൽ ടു F ഇൻറ്റു S. എഫിൻ്റെ ഇക്വേഷൻ mLT⁻². F ഫോഴ്സിൻ്റെ ഇക്വേഷൻ mLT⁻². ഓക്കെ, ഇനി എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് കിടപ്പൂലേ അവിടെ? ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷൻ, ഡയമെൻഷണൽ ഇക്വേഷൻ എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ L ആണ്. ഓക്കെ, L ആണെങ്കിൽ ഇതിനകത്ത് ഡയറക്റ്റ് ഇൻറ്റു ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? എം ഇൻറ്റു ചെയ്യാനൊന്നുമില്ല, എം അതേ കണക്ക് എഴുതി. എല്ലിന് ഇൻറ്റു ചെയ്യാൻ എന്തുണ്ട്? L ഇൻറ്റു L എന്ത് കിട്ടും? L² എന്ന് കിട്ടും. ടിക്കൊരു മാറ്റവും ഇല്ല. ടി എന്താണ്? T⁻² അവിടെ തന്നെ കിടപ്പുണ്ട്. അപ്പോൾ വർക്കിൻ്റെ ഇക്വേഷൻ എന്താണ്? mL² T⁻². എന്താണ്? mL² T⁻². ഇനി ഇതിൻ്റെ യൂണിറ്റ് എഴുതണം. യൂണിറ്റാണ് ഇവിടെ എഴുതിയേക്കുന്നത്. എന്താണ്? എം മാസ് ആണെങ്കിൽ കിലോഗ്രാം സെറ്റല്ലേ? കിലോഗ്രാം. ഇനി അടുത്ത ലെങ്തിൻ്റെ യൂണിറ്റ് മീറ്റർ ആണെങ്കിൽ L² മീറ്റർ സ്ക്വയർ. ഓക്കെ അല്ലേ? ഇനി അടുത്ത
ടൈമിൻ്റെ റേസ് ടു -2 ആണ്. അപ്പോൾ എന്താണ് ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ്, സെക്കൻഡ് റേസ് ടു -2. അത് ഓക്കെ അല്ലേ? അപ്പം കിലോഗ്രാം മീറ്റർ സ്ക്വയർ സെക്കൻഡ് റേസ് ടു -2, കിലോഗ്രാം മീറ്റർ സ്ക്വയർ സെക്കൻഡ് റേസ് ടു -2. അത് എന്തിന് ഈക്വലാണ്? അതിനെ നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ പറയാം? ജൂൾ എന്ന് പറയാം, ജൂൾ എന്ന് പറയാം. മക്കളെ ഒരു കാര്യം കൂടെ, വർക്ക്, എനർജി ഇതൊക്കെ എന്താണ്? ഒരേ യൂണിറ്റുകൾ തന്നെയാണ് കേട്ടോ. വർക്കിനും എനർജിക്കൊക്കെ എന്താണ്? ജൂള് തന്നെയാണ് യൂണിറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ അത് ഇങ്ങനെ തന്നെയാണ് കിട്ടുക. ഓക്കെ, ഇനി എനർജി ഇതാണ്ടേ, നമ്മൾ എനർജിയാണ്. എനർജി എങ്ങനെ തന്നെയാണ്? എനർജി എന്തിന് ഈക്വലാണ്? വർക്ക് ഡണ്ണിന് ഈക്വലാണ്. ഓക്കെ, എനർജി എന്തിന് ഈക്വലാണ്? വർക്ക് ഡണ്ണിന് ഈക്വലാണ്. ഇപ്പം നിങ്ങൾക്ക് എക്സാമിന് നിങ്ങൾക്കറിയാം എന്തെന്ന് പഠിച്ചു. ഇപ്പം വർക്ക് എന്ന് പറഞ്ഞാൽ എനർജിക്ക് ഈക്വലാണെന്ന് നിങ്ങൾ പഠിച്ചു. വർക്കിൻ്റെ ഇക്വേഷനും നിങ്ങൾക്കറിയാം, വർക്കിൻ്റെ ഡയമെൻഷനും അറിയാം, യൂണിറ്റും അറിയാം, എല്ലാ സെറ്റ് എല്ലാം പഠിച്ചുകൊണ്ട് എക്സാം ഹാളിൽ പോയപ്പോൾ അതേ ചോദിച്ചു ഹീറ്റിൻ്റെ ഇക്വേഷൻ, ഡയമെൻഷണൽ ഇക്വേഷൻ എന്താണ് എന്ന് ചോദിച്ചപ്പം ഇത് പഠിപ്പിച്ചില്ലല്ലോ, ഇത് ഞാൻ പഠിച്ചില്ലല്ലോ എന്ന് ചിന്തിക്കരുത്. അങ്ങനെ ചോദിച്ചാൽ എന്താണ്? ഹീറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി അല്ലേ? ഹീറ്റ് എന്ന് പറഞ്ഞാൽ എനർജിയുടെ ഒരു ഫോമാണ്. അപ്പോൾ ഹീറ്റിൻ്റെത് എന്ത് തന്നെ വരും? ml² T⁻² എന്ന് തന്നെ വരും. അതിൻ്റെ യൂണിറ്റ് എന്ത് പറയാം? ജൂളെന്ന് തന്നെ പറയാം. മനസ്സിലായോ? അപ്പോൾ കണക്ട് ചെയ്തും കൂടെ പഠിക്കണം. ഇപ്പോൾ എക്സാം ഹാളിൽ വന്നിട്ട് കുറച്ച് ചില ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ലോജിക്കലായിട്ട് ചിന്തിക്കേണ്ട ക്വസ്റ്റ്യൻസ് കാണും. അപ്പോൾ അയ്യോ ഞങ്ങളെ പഠിപ്പിച്ചില്ലല്ലോ ഇത് എന്ന് പറഞ്ഞ് ചിന്തിക്കാതെ എവിടെയെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടോ എന്നും കൂടെ ഒന്ന് ചിന്തിച്ചേക്കണം. ഓക്കെ അല്ലേ? ഇനി അടുത്തത് നമുക്ക് ക്വസ്റ്റ്യൻസ് വർക്കൗട്ടാണ്. നമുക്ക് ക്വസ്റ്റ്യൻസ് വർക്കൗട്ടിലേക്ക് നോക്കാം. ഓക്കെ, നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? ഔട്ട് ഓഫ് ദ ഫോളോയിങ് ദ ഓൺലി പെയർ ദാറ്റ് ഡസ് നോട്ട് ഹാവ് ഐഡൻറ്റിക്കൽ ഡയമെൻഷൻസ്. അപ്പം ഈ തന്നേക്കുന്നതിനകത്ത് ഏതിനാണ് ഐഡൻറ്റിക്കൽ ഡയമെൻഷൻ അല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഐഡൻറ്റിക്കൽ ഡയമെൻഷൻ അല്ലാത്ത താഴെ തന്നേക്കുന്നതിൽ ഏതാണെന്ന് കണ്ടുപിടിക്കുക. ആംഗുലർ മൊമെൻറ്റവും പ്ലാൻസ് കോൺസ്റ്റൻറ്റും ശരിയാണോ? ആംഗുലർ മൊമെൻറ്റവും പ്ലാൻസ് കോൺസ്റ്റൻറ്റും ml² T⁻⁻1 ആണ്. ml² T⁻⁻1 ആണ് ആംഗുലർ മൊമെൻറ്റം ആണെങ്കിലും പ്ലാൻസ് കോൺസ്റ്റൻ്റ് ആണെങ്കിലും. കാണാതെ പഠിച്ചു വെച്ചേക്കുക. ആംഗുലർ മൊമെൻറ്റം ആൻഡ് പ്ലാൻസ് കോൺസ്റ്റൻറ്റ് എത്രയാണ്? ml² T⁻⁻1 ആണ് അതിൻ്റെ ഡയമെൻഷൻസ്. അപ്പം അതാണോ? അതല്ല. ഓക്കെ, ഇനി മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ആൻഡ് മൊമെൻ്റ് ഓഫ് ഫോഴ്സ്. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എത്രയാണ്? മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ mr² ആണ്. mr² ആണ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? mr², മാസ് ഇൻറ്റു റേഡിയസിൻ്റെ സ്ക്വയർ ആണ് അവിടെ എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? ml² അല്ലേ? ml². മൊമെൻറ്റം ഓഫ് ഇനേർഷ്യ m എന്ന് പറഞ്ഞാൽ m പെട്ടിക്കകത്താക്കുക, l എന്ന് പറഞ്ഞാൽ എന്താണ്? r² എന്ന് പറഞ്ഞാൽ ഒരു ഡിസ്റ്റൻസ് അല്ലേ? അങ്ങനെയാണെങ്കിൽ r² എന്തായിട്ട് മാറും? r² എന്ന് പറഞ്ഞാൽ l². ഓക്കെ, അപ്പോൾ ഒരുമിച്ച് എഴുതുമ്പം ml². ഇതാണ് നമ്മുടെ മൊമെൻറ്റം ഓഫ് ഇനേർഷ്യ അല്ലെങ്കിൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ml⁻⁻0. ഓക്കെ, ഇനി അടുത്ത എന്താണ്? മൊമെൻ്റ് ഓഫ് ഫോഴ്സ്. മൊമെൻ്റ് ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൊമെൻ്റ് ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് F×R ആണ്. F×R ആണ് മൊമെൻ്റ് ഓഫ് ഫോഴ്സ്. അങ്ങനെയാണെങ്കിൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ നമുക്കറിയത്തില്ലേ? ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്താണ്? ഫോഴ്സിൻ്റെ ഇക്വേഷൻ ml⁻⁻2 അല്ലേ? ml⁻⁻2 ആണ് ഫോഴ്സ്. R എന്താണ്? ലെങ്ത്. അപ്പം എന്താണ്? ml² T⁻⁻2 എന്ന് കിട്ടും. ഇത് രണ്ടും സെയിം ആണോ? ഇത് രണ്ടും സെയിം അല്ല അല്ലേ? അപ്പം ഇതാണ് ഉത്തരം. ഇതാണ് സെയിം അല്ലാത്തത്. വർക്ക് ആൻഡ് ടോർക്ക് സെയിം ആണ്. വർക്ക്, എനർജി, ടോർക്ക് എല്ലാം ഒരേ ഡയമെൻഷനാണ്. വർക്ക്, എനർജി, ടോർക്ക് എല്ലാം എന്താണ്? ഒരേ ഡയമെൻഷനാണ്. അടുത്ത ഇമ്പൾസും മൊമെൻറ്റും ഒരേ ഡയമെൻഷനാണ്. ഇത് രണ്ടും നമ്മൾ പഠിച്ചതാ. അപ്പോൾ അതെടുത്ത് നോക്കിയാൽ മതി. ഓക്കെ, ഇതിൻ്റെയൊക്കെ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്തു നോക്കുക. ഇപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു ഹോംവർക്ക് തരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഞാനൊരു ഹോംവർക്ക് തരാം. ടോർക്കിൻ്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കുക. ടോർക്കിൻ്റെ ഇക്വേഷൻ എന്താണ്? ഫോഴ്സ്. ടോർക്കിൻ്റെ ഇക്വേഷൻ, ടോർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് ടോർക്കിൻ്റെ ഇക്വേഷൻ. ഇത് വെച്ചിട്ട് നിങ്ങൾ എന്ത് കണ്ടുപിടിക്കണം?
നിങ്ങൾ ഇതിൻ്റെ ഡയമെൻഷൻ ഒന്ന് കണ്ടുപിടിച്ച് നോക്കുക, നിങ്ങളെ കൊണ്ട് പറ്റുമോ എന്ന് നോക്കുക. എന്താണ് ടോർക്കിൻ്റെ ഇക്വേഷൻ എന്നറിയണം. എന്താണ് ടോർക്കിൻ്റെ ഇക്വേഷൻ? ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് എന്ത് ടോർക്ക് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇതിൻ്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കാനുള്ളത് ഹോംവർക്കാണ്. ഹോംവർക്കായിട്ട് നിങ്ങളൊന്ന് ചെയ്തു നോക്കുക, നിങ്ങൾ സ്വയം ചെയ്തു നോക്കുക. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് കടക്കാം. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർസ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഹാവ് സെയിം ഡയമെൻഷൻ? തന്നേക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? സെയിം ആണ് ചോദിച്ചിരിക്കുന്നത്. സെയിം, ഒരേപോലെ ഇരിക്കുന്നത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വർക്ക് ആൻഡ് പവർ ആണോ, മൊമെൻ്റ് ആൻഡ് എനർജി ആണോ, ഫോഴ്സ് ആൻഡ് പവർ ആണോ, വർക്ക് ആൻഡ് എനർജി ആണോ? ഏതാണ്? നമുക്കറിയാം വർക്ക് ആൻഡ് എനർജി നമ്മൾ പഠിച്ചു അല്ലേ. വർക്ക്, എനർജി, ടോർക്ക് ഒരേ ഡയമെൻഷനാണ് നമ്മൾ പഠിച്ചു. അപ്പം നമുക്ക് ഇതിൽ നിന്ന് തന്നെ പെട്ടെന്ന് കിട്ടൂലേ. എന്താണ്? വർക്ക് ആൻഡ് എനർജി ആണ് ഒരേ ഡയമെൻഷനിലുള്ളത്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഡയമെൻഷൻലെസ് വേരിയബിൾ? ഡയമെൻഷൻലെസ് വേരിയബിൾ അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഡയമെൻഷൻ ഇല്ലാത്തത് എന്ന് കണ്ട് ഡയമെൻഷൻ ഇല്ലാത്തത് എടുത്ത് എഴുതരുത്. അതിൻ്റെ ഫ്രണ്ടിൽ ഒരു നോട്ടുണ്ട്, ഡയമെൻഷൻ ഇല്ലാത്തത് അല്ലാത്തത്. ഓക്കെ, ഡയമെൻഷൻ ഇല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്കറിയാം ഡെൻസിറ്റിയുടെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞു അല്ലേ. ഡെൻസിറ്റിയുടെ ഡയമെൻഷൻ നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു. ഡെൻസിറ്റിക്ക് ഡയമെൻഷൻ ഉണ്ട്. ഡെൻസിറ്റിക്ക് ഡയമെൻഷൻ ഉണ്ടെന്ന് നമുക്കറിയാം, അതുകൊണ്ട് ഡെൻസിറ്റി ആണ്. ബാക്കി എന്താണ്? അപ്പോൾ ഇതിൽ നിന്ന് തന്നെ പഠിച്ചേക്കുക, സ്പെസിഫിക് ഗ്രാവിറ്റിക്ക് ആംഗിളിനും സ്ട്രെയിനും എന്തില്ല? ഡയമെൻഷൻ ഇല്ല. ഓക്കെ, നമ്മൾ പഠിച്ചത് ഇതാണ്, ഡെൻസിറ്റിയാണ്. നമ്മൾ പഠിച്ചത് ഡെൻസിറ്റിയുടെ ഇക്വേഷനാണ് പഠിച്ചത്, ഡെൻസിറ്റിയുടെ ഡയമെൻഷനാണ് പഠിച്ചത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വർക്ക് ചെയ്തപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ഡയമെൻഷൻ ഇല്ലാത്ത വാല്യൂസ് ആണ് ഏതൊക്കെ? സ്പെസിഫിക് ഗ്രാവിറ്റി, ആംഗിൾ, സ്ട്രെയിൻ. എന്താണ്? സ്പെസിഫിക് ഗ്രാവിറ്റി, ആംഗിൾ, സ്ട്രെയിൻ എന്തില്ല? ഡയമെൻഷൻ ഇല്ല എന്ന് നമുക്ക് മനസ്സിലായി. അപ്പം ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്? ഡയമെൻഷൻ അല്ലാത്തതാണ് ചോദിച്ചത്, അത് ഡെൻസിറ്റി ആണ്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ദ സ്ക്വയർ റൂട്ട് ഓഫ് പ്രൊഡക്റ്റ് ഓഫ് ഇൻഡക്റ്റൻസ് ആൻഡ് കപ്പാസിറ്റൻസ് ഹാസ് ദ ഡയമെൻഷൻ ഓഫ്. അപ്പം എന്താണ്? ഇൻഡക്റ്റൻസിൻ്റെയും കപ്പാസിറ്റൻസിൻ്റെയും പ്രൊഡക്റ്റിൻ്റെ സ്ക്വയർ റൂട്ടിൻ്റെ ഡയമെൻഷനാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാണ് മക്കളെ? എന്താ മക്കളെ? അത് ടൈമാണ്. എന്താണ്? ടൈമാണ് ഉത്തരമായിട്ട് വരിക. അടുത്ത ചോദ്യം, പ്രഷർ ഈസ് മെഷേർഡ് ഇൻ ടേംസ് ഓഫ്. പ്രഷർ നമ്മൾ എങ്ങനെ മെഷർ ചെയ്യും? എന്ന് ചോദിച്ചാൽ നമുക്ക് എന്താണ്? ഫോഴ്സിൻ്റെയും ഏരിയയുടെയും ബേസിൽ മെഷർ ചെയ്യാം. ഒന്ന് ആലോചിച്ച് നോക്കേ, നമ്മൾ ഫോഴ്സ് കൊടുക്കുമ്പോൾ നമുക്ക് അത്രയും പ്രഷറല്ലേ അനുഭവപ്പെടുക അല്ലേ. നമ്മൾ ഫോഴ്സ് കൊടുക്കുക, നമ്മളിപ്പം ഇതൊരു ട്യൂബാണെന്ന് വിചാരിക്കുക. ഈ ട്യൂബിലൂടെ വെള്ളം കടത്തി വിടുകയാണ്, വെള്ളം കടത്തി വിടുകയാണ്, ഒരുപാട് വെള്ളം കടത്തി വിടുകയാണ്. അപ്പോൾ അവിടെ എന്ത് അനുഭവപ്പെടുന്ന? അവിടെ ഒരു പ്രഷറല്ലേ അനുഭവപ്പെടുന്ന. അതായത് ഫോഴ്സ് കൂട്ടി നമ്മൾ തള്ളി കയറ്റി വിടുകയാണെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ പുട്ടുണ്ടാക്കുക, പുട്ടിനകത്തോട്ട് നമ്മൾ തള്ളി കയറ്റി വിടുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ആലോചിക്കുക. അപ്പോൾ എന്താണ്? ഫോഴ്സ് എന്തിൻ്റെ ടേംസിൽ പറയാം? പ്രഷറിൻ്റെ ടേംസിൽ പറയല. പ്രഷറിനെ നമുക്ക് ഫോഴ്സിൻ്റെ ടേംസിൽ പറയാം. പിന്നെന്താണ്? പിന്നെ ഏരിയ നമ്മൾ കുറഞ്ഞ സാധനത്തിൽ നമ്മൾ ഒരുപാട് ഫോഴ്സ് കൊടുക്കണ്ടേ, ഒരുപാട് പ്രഷർ കൊടുക്കണ്ടേ. ഏരിയ കുറച്ചുകൂടെ തോനെയുണ്ടെങ്കിലോ അത്രേ കൊടുക്കണ്ടല്ലേ. അപ്പോൾ നമുക്ക് എന്താണ്? പ്രഷർ നമ്മൾ എന്തിൻ്റെയൊക്കെ ടേംസിൽ മെഷർ ചെയ്യാം? ഫോഴ്സിൻ്റെ, ഏരിയയുടെ ടേംസിൽ മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ അല്ലേ? ഇനി അടുത്തത് ml²t⁻⁻1. ml²t⁻⁻1 ഇത് നമ്മൾ പഠിച്ചൊരു ഇക്വേഷനാണ് അല്ലേ. ഇത് പഠിച്ച ഇക്വേഷനാണ്. അപ്പം ml²t⁻⁻1 ഈസ് എ ഡയമെൻഷണൽ ഫോർമുല ഓഫ്. താഴെ തന്നേക്കുന്നതിൽ ഏതിൻ്റെ ഡയമെൻഷണൽ ഫോർമുലയാണ്? നമ്മൾ വർക്ക്, എനർജി, ടോർക്ക് പഠിച്ചു, അതിൻ്റെ ഇതല്ലായിരുന്നു അല്ലേ. അതിൻ്റെ ഇതല്ല. റെനോൾഡ്സ് നമ്മൾ പഠിച്ചില്ല, അത് തെറ്റാണെന്ന് നമുക്ക് ഉറപ്പുണ്ട്. ഇൻറ്റൻസിറ്റി ഓഫ് വേവും പഠിച്ചില്ല, അതുമല്ല. നമ്മളിത് നമ്മൾ പഠിച്ചിട്ടുള്ള ഏത് ഒരെണ്ണമെന്ന് നമുക്കറിയാം. നമുക്ക് ഏതില്ല സംശയം? ഇതിൽ രണ്ടിലും ഉള്ളു സംശയം. ടോർക്കിൻ്റെ ഇതല്ല. ടോർക്കിൻ്റെ എന്താണെന്ന് നിങ്ങൾക്ക് ഞാൻ ഹോംവർക്ക് തന്നതാണ്, അതങ്ങ് കണ്ടുപിടിച്ചാൽ മതി, അത് ഞാൻ പറയൂല. ഓക്കെ, അപ്പോൾ എന്താണ് ഇതിൻ്റെ ഉത്തരം? ആംഗുലാർ ഇമ്പൾസ് ആണ് ഇതിൻ്റെ ഉത്തരമായിട്ട് വരിക. ഓക്കെ, അപ്പോൾ എന്താണ് ആംഗുലാർ ഇമ്പൾസ്? അപ്പോൾ എന്താണ് ടോർക്ക്? വർക്ക്, എനർജി, ടോർക്ക് ഒന്നിച്ചാണെങ്കിൽ പഠിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കിട്ടും, അതിനകത്ത് തന്നെ ഉത്തരമുണ്ട്. അത് കിട്ടുമോയെന്ന് നിങ്ങൾ ചെയ്തു നോക്കുക. ഓക്കെ, ഇനി വാട്ട് ഈസ് ദ ഫോർമുല ഓഫ് വെലോസിറ്റി ഗ്രേഡിയൻറ്റ്? വെലോസിറ്റി ഗ്രേഡിയൻറ്റിൻ്റെ ഫോർമുല എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വെലോസിറ്റി ഇൻറ്റു ഡിസ്റ്റൻസ് ഇൻവേഴ്സ്.
വെലോസിറ്റിയുടെ ഡയമെൻഷൻ അറിയാലോ, വെലോസിറ്റിയുടെ ഡയമെൻഷൻ നമ്മൾ പഠിച്ചതാണ്. അതെടുത്ത് ഇവിടെ അപ്ലൈ ചെയ്യുക. ഡിസ്റ്റൻസ് L ആണ്, L⁻⁻1. അപ്പം വെലോസിറ്റി ഇൻറ്റു ഡിസ്റ്റൻസ് ⁻⁻1 ആണ് നമ്മുടെ എന്തിൻ്റെ ഇക്വേഷൻ? വെലോസിറ്റി ഗ്രേഡിയൻറ്റിൻ്റെ ഇക്വേഷൻ. ഓക്കെ അല്ലേ? ഇപ്പം നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് നോട്ട് ദ ഡയമെൻഷൻ ഓഫ് ഫ്രീക്വൻസി. ഫ്രീക്വൻസിയുടെ ഡയമെൻഷൻ അല്ലാത്തതാണ് ചോദിച്ചേക്കുന്നത്. നമ്മൾ L എന്ന് പറയുന്നത് ഇൻഡക്റ്റൻസ് ആണ്, C കപ്പാസിറ്റൻസ് ആണ്, R എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ആണെങ്കിൽ ഇതിൻ്റെ ഇക്വേഷൻ അല്ലാത്തതെന്ന് ചോദിച്ചാൽ ബാക്കി ഡയമെൻഷൻ അല്ലാത്തത് എന്ന് ചോദിച്ചാൽ ബാക്കിയെല്ലാം ഡയമെൻഷൻ ആണ്. ഓക്കെ, C/L മാത്രമല്ല, C/L മാത്രമല്ല, 1/√LC, 1/√ ഇൻഡക്റ്റൻസ് ആൻഡ് കപ്പാസിറ്റൻസിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്തിൻ്റെ ഡയമെൻഷനാണ്? ഫ്രീക്വൻസിയുടെ ഡയമെൻഷനാണ്. പിന്നെന്താണ്? 1/RC, R എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ഇൻറ്റു കപ്പാസിറ്റൻസ്, 1/റെസിസ്റ്റൻസ് ഇൻറ്റു കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞാലും എന്തിൻ്റെ യൂണിറ്റാണ്? ഫ്രീക്വൻസിയുടെ ഡയമെൻഷൻ യൂണിറ്റാണ്. ഓക്കെ, പിന്നെന്താണ്? ഡയമെൻഷണൽ ഇക്വേഷൻ ആണ്. പിന്നെന്താണ്? R L പറഞ്ഞാലും ആണ്. എന്താ അല്ലാത്തത്? C/L ആണ് അല്ലാത്തത്. ഓക്കെ, ഇനി അടുത്ത, വാട്ട് ആർ ദ ഡയമെൻഷൻസ് ഓഫ് ഡെൻസിറ്റി. ഡെൻസിറ്റിയുടെ ഡയമെൻഷൻ നമ്മൾ പഠിച്ചതാണ്. ഡെൻസിറ്റിയുടെ ഡയമെൻഷൻ എന്താണ് മക്കളെ? ഇതാണോ? ഏതാണ് ഡയമെൻഷൻ? L⁻³ എന്നാണ് പഠിച്ചത് അല്ലേ? L⁻³ T⁻0, T ഇല്ലെന്ന് പഠിച്ചായിരുന്നു. അപ്പോൾ ഡെൻസിറ്റിയുടെ ഇക്വേഷൻ എന്താണ്? L⁻³ അല്ലെങ്കിൽ എന്താണ്? L⁻³ അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? L⁻³ T⁻0. ഒന്നുമില്ലെങ്കിൽ അവിടെ 0 എന്ന് ഇട്ട് കൊടുക്കണം അല്ലേ? അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഡയമെൻഷണൽ ഫോർമുല ഓഫ് ഫോഴ്സ് എന്താണ്? ഡയമെൻഷണൽ ഫോർമുല ഓഫ് ഫോഴ്സ് ml T⁻2 ആണ്. ഇതും നമ്മൾ പഠിച്ചതാണ് അല്ലേ? ഇതും നമ്മൾ പഠിച്ചതാണ്. ഇനി അടുത്ത, ഇൻ എ സർട്ടൻ സിസ്റ്റം there are only 2 fundamental quantities, force and time. നമ്മുടെ ഒരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി എടുക്കുകയാണ്, അത് ഫോഴ്സും ടൈമും മാത്രമേ ഉള്ളെന്ന് വിചാരിക്കുക. ഫോഴ്സും ടൈമും മാത്രമേ ഉള്ളൂ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ആയിട്ട്. അങ്ങനെയാണെങ്കിൽ ഇൻ ദർ ഡയമെൻഷൻസ് ആർ എഫ് ആൻഡ് ടി റെസ്പെക്റ്റീവ്ലി. അപ്പോൾ ഫോഴ്സിൻ്റെ ഡയമെൻഷൻ എഫ് ആയിരിക്കും, ടൈമിൻ്റെത് ടിയും ആയിരിക്കും എന്ന് പറഞ്ഞു. വാട്ട് ആർ ദ ഡയമെൻഷൻസ് ഓഫ് ലീനിയർ മൊമെൻറ്റം ഇൻ ദ സിസ്റ്റം. ലീനിയർ മൊമെൻറ്റത്തിൻ്റെ ഡയമെൻഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് മൊമെൻറ്റം? മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ എഫ് ഇൻറ്റു ടൈം അല്ലേ? ഫോഴ്സ് ഇൻറ്റു ടൈമാണ്. അങ്ങനെയാണെങ്കിൽ F1 T1 അത് പെട്ടിക്കകത്തങ്ങ് കൊടുത്താൽ മതി, വേറെ കാര്യമൊന്നുമില്ല. ഓക്കെ അല്ലേ? ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇതെല്ലാം നല്ല വൃത്തിയായിട്ട് പഠിക്കുക, ഇക്വേഷൻസ് പഠിക്കുക, മാക്സിമം ഇക്വേഷൻസ് പഠിക്കുക, മാക്സിമം ബേസ് ഇക്വേഷൻസ്. ഞാനിപ്പോൾ പറഞ്ഞത് മാത്രം പഠിക്കാതെ എക്സ്ട്രാ എത്രയുണ്ടോ അത്രയും ബേസ് ഇക്വേഷൻസ് നിങ്ങൾ പഠിക്കുക. അതിൻ്റെ എല്ലാം ഡയമെൻഷൻസ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ ഇത് സെറ്റാവും, ഇത് ഓക്കെ ആവും. ഇതിനി നിങ്ങൾ വേറെ എങ്ങോട്ടും പോകണ്ട. ഓക്കെ അല്ലേ? മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്കിത് കിട്ടിയിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.